മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഓരോ പ്രവർത്തനങ്ങളും പ്രതിഫലാർഹമായി മാറ്റാൻ അവന് കഴിയും. എന്തിനേറെ അവന്റെ ചിന്ത കൊണ്ട് പോലും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അവന്റെ ആലോചനകളെ മാറ്റാൻ കഴിയും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും മാനുഷികമായ ശാരീരിക ആവശ്യമാണ് ഉറക്കം എന്നുള്ളത്. ഉറങ്ങുക എന്നത് കേവലം ആസ്വാദ്യകരമായ കാര്യം മാത്രമല്ല, മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഫലാർഹമായ കാര്യം കൂടിയാണ്. ഒരു മുഅ്മിനായ വ്യക്തി ഉറങ്ങാൻ പോകുമ്പോൾ അവൻ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തത് വുളൂ ഉണ്ടായിരിക്കുക എന്നതാണ്. വുളൂ ഇല്ലാതെ ഒരു ദിവസം പോലും നാം ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ വുളൂ എടുക്കുകയും മിസ്വാക്ക് ചെയ്യുകയും ചെയ്യുക എന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ശീലമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഉറങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട 4 കാര്യങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തത്, ഖുർആൻ മുഴുവനും ഖത്മ ചെയ്തിട്ട് വേണം നാം ഓരോരുത്തരും ഉറങ്ങാൻ. അതായത് ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്താൽ ഖുർആൻ ഒരു ഖത്മ ഓതിയതിന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നാം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. രണ്ടാമത്തത്, എല്ലാ അംബിയാ മുർസലുകളുടെയും പൊരുത്തം വാങ്ങിയിട്ടാണ് നാം ഉറങ്ങേണ്ടത്. അതിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന ഹ്രസ്വമായ ഒരു സലാത്തിലൂടെ എല്ലാ അംബിയാ മുർസലുകളുടെയും പൊരുത്തം കിട്ടാൻ കാരണമാകും. ആ സലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ഈ സലാത്ത് ഒരു തവണ മാത്രം ചൊല്ലിയാൽ മതി. ഒരു തവണ ചൊല്ലിയാൽ എല്ലാ അംബിയാ മുർസലുകളുടെയും പൊരുത്തം കിട്ടാൻ നിമിത്തമാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തത്, എല്ലാ വിശ്വാസികളുടെയും പൊരുത്തം നേടിയിട്ട് വേണം നാം ഉറങ്ങാൻ. എല്ലാ വിശ്വാസികളുടെയും പൊരുത്തം ലഭിക്കാൻ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ചൊല്ലിയാൽ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും പൊരുത്തം കിട്ടിയവനായി നമുക്ക് ഉറങ്ങാൻ കഴിയും. നാലാമതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിക്ർ പറഞ്ഞാൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഓരോ ദിവസവും നമുക്ക് ലഭിക്കും. ലക്ഷങ്ങൾ മുടക്കി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചാര ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹജ്ജ് ലഭിക്കുക എങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഓരോ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മൊബൈലും മറ്റുമായി നമ്മുടെ സമയങ്ങൾ ഏറെ നഷ്ടപ്പെട്ട് മറ്റെന്തോ ചിന്തയിലായി കിടന്നുറങ്ങി പോവുകയാണ് നാം ചെയ്യാറുള്ളത്. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ ഒരു തവണ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം എല്ലാ ദിവസവും നമുക്ക് വാങ്ങിയിട്ട് ഉറങ്ങാൻ കഴിയും. ഒരു ദിവസത്തിന്റെ അവസാനമാണ് കിടക്കാൻ പോകുന്ന സമയം, ഉറങ്ങാൻ പോകുന്ന സമയം. അന്ന് നമ്മുടെ നന്മതിന്മകൾ കൂടുതൽ ആ ലഗേജിലേക്ക് നാം ഒരു കൂട്ടിയിട്ട് വേണം ഓരോ ദിവസവും നാം അവസാനിപ്പിക്കേണ്ടത്. അള്ളാഹു നന്മകൾക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു ദിവസം പോലും വുളൂ ഇല്ലാതെ ഉറങ്ങാൻ നാം പാടില്ല. വുളൂ എടുത്തേ ഉറങ്ങൂ എന്ന നാം ദൃഢനിശ്ചയം ചെയ്യണം. ശുദ്ധിയുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വുളൂ എടുത്തിട്ട് വേണം എല്ലാവരും കിടന്നുറങ്ങാൻ. നമ്മൾ ഉറക്കത്തിൽ പലപ്പോഴും പേടി സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം കാവലാണ് വുളൂഓടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളും ഔറാദുകളും ചൊല്ലിയിട്ട് കിടക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് നന്മ കൂടുതൽ ചെയ്യാൻ അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ.